അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1/2 കിലോ അവലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 തേങ്ങ ചിരകിയത്, പഞ്ചസാര, ഏലക്ക, ജീരകം പൊടിച്ചെടുത്തതാണ് മിക്സിയുടെ ജാറിൽ, കറുത്ത എള്ള്, കാഷ്യൂനട്ട്, റേസിൻസ്, തേങ്ങാക്കൊത്ത്, കടലപ്പൊരി, കറിവേപ്പില, 3/4 കിലോ ശർക്കര ഉരുക്കി പാനി ആക്കിയെടുത്തതാണ്. ഇനി നമുക്ക് ഒരു ഉരുളി ചൂടാകാൻ വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യമേ അവലൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് ബാക്കി കുക്കിങ്. കാരണം ഇത് കുറേ നാൾ ഇരിക്കണമെങ്കിൽ പൂത്തൊക്കെ പോകാതിരിക്കാൻ നമ്മളിതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും ഇരുന്നോളും. ഞാൻ അവലിളക്കാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞിനും ഇളക്കണമെന്ന് പറഞ്ഞാൽ അവളും ഇളക്കുവാണ്. അവൾക്ക് എന്നെ കുക്കിങ്ങിൽ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ അവലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബേസിനിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ഓവറായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവൽ കടിക്കുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും. ജസ്റ്റ് ഒരു ചെറിയൊരിതായിട്ട് ഒന്ന് ചൂടായാൽ മതി. നല്ല ചൂട് ഒരിക്കലും വേണ്ട കേട്ടോ. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒരു ഒട്ടുന്ന പരുവമാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിവിടെ കിടന്ന് നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകി വരണം. കുറുകി നമ്മൾ 2 വിരൽ കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്ന പരുവം, അതാണ്. ഇളക്കിയൊന്നും കൊടുക്കണ്ട. ഇനി അത് അവിടെ കിടന്നായിക്കോളും. ഇനി നമുക്ക് ഈ ചിരകി വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും ശർക്കരപ്പാനിയും കൂടെ നല്ലതുപോലെ അവിടെ കിടന്ന് വെള്ളം വറ്റുന്നിടം വരെ തിളയ്ക്കണം. വെള്ളം ഈ ശർക്കരപ്പാനി നമ്മൾ പാനിയാക്കാൻ ഒഴിച്ച് ആ വെള്ളമെല്ലാം തിളച്ച് വറ്റണം. ആ സമയത്ത് നമുക്ക് വേറൊരു കടായി വെച്ച് അതിൽ നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുക്കാം. ശർക്കരപ്പാനിയും തേങ്ങയും തിളയ്ക്കുന്നുണ്ട് ആ സമയം. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. ഇതൊന്നും ഒരുപാട് ഓവർ ക്രിസ്പി ആകരുത്. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് പിന്നെ നമുക്ക് കിട്ടില്ല. ഇനി കടലപ്പൊരി ഇട്ട് കൊടുക്കാം. കടലപ്പൊരി അതേപോലെ തന്നെയാണ്. ഓവർ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ കടിക്കുമ്പോൾ കടിച്ചാൽ പോലും പൊട്ടില്ല, അത്രയ്ക്കും കട്ടിയായിരിക്കും. ഇനി കുറച്ച് നെയ്യുടെ കുറവുണ്ടായിരുന്നു. നെയ്യ് ഒഴിച്ച് നമുക്ക് റേസിൻസും കൂടെ ഫ്രൈ ആക്കി എടുക്കാം. ഇനി കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം.
കറിവേപ്പില, കറിവേപ്പിലയുടെ കളറൊക്കെ മാറി നല്ല സൂപ്പർ കളറായിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ ജീരകമല്ല, എള്ള് പെട്ടെന്ന് തന്നെ മൂക്കും. അന്നേരം നമുക്കത് പെട്ടെന്ന് കോരിയെടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. എല്ലാം അതിൻ്റേതായ പാകത്തിന് മാത്രമേ ഫ്രൈ ആക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ ഇതിനകത്തിലെ വെള്ളമെല്ലാം വറ്റി അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി കുറേശ്ശെയായിട്ട് നമ്മുടെ അവലിട്ട് കൊടുക്കാവേ. അവലിടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൂപ്പിച്ച് വെച്ച ബാക്കി സാധനങ്ങളും പിന്നെ നമ്മുടെ ആ പഞ്ചസാര, ഏലക്ക, ജീരകം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നാലേ എല്ലായിടത്തും ഒരുപോലെ എത്തത്തുള്ളൂ. അല്ലെങ്കിൽ ചില ഭാഗത്ത് മാത്രം കുറേ കൂടുതൽ സംഭവങ്ങൾ നമ്മളുടെ ആ റേസിൻസും കാഷ്യൂനട്ടും കിടക്കും, ചിലയിടത്ത് അത് സ്പ്രെഡായി കിട്ടില്ല. അതുകൊണ്ട് എല്ലാം കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇതിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ കൂടാനുള്ളൊരു ടിപ്പാണ്. ഒരു ടേബിൾ സ്പൂണ് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ അവലിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും വരും. ഇനി നമുക്ക് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ എല്ലാവരും ഉറപ്പായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നമ്മൾ അവൽ ഇതുപോലെ ഞാൻ ചെയ്തതുപോലെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി ചെയ്യുവാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ വെളിയിലിരുന്നോളും. അത് കനച്ചു പോവോ പൂ പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും വീട്ടിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത്ര വലിയ പാടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ശരിക്കും ആ തേങ്ങ തിരുമുന്നത് മാത്രമേ ഉള്ളൂ ഒരു പാടുള്ള കാര്യം. അതൊഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. അങ്ങനെ നമ്മളുടെ അവലിവിടെ എല്ലാം നല്ലതുപോലെ
മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നാളത്തേക്ക് ഇത് ശരിക്കും സോഫ്റ്റായിട്ട് വരും. നമുക്കിതിപ്പോൾ കുഞ്ഞിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് നോക്കാം. കുഞ്ഞെന്ത് പറയുന്നു നമുക്ക് നോക്കാം. കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട് സൂപ്പറാണെന്ന്. എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.